നമസ്കാരം. അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ നാണം കെട്ട, ഈ മുഖത്ത് ചായം തേച്ച് നടക്കുന്നവരുണ്ടല്ലോ, നാണം കെട്ട, വൃത്തികെട്ട, മുന്നിൽ പറയാൻ കൊള്ളാത്തത്ര കാര്യങ്ങൾ ചെയ്തിട്ട് സാംസ്കാരിക നായകന്മാർ. എടോ, എനിക്ക് 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 ഇവരോടൊന്നും സംസാരിക്കാനേ ഇല്ല. നമുക്ക് ആകെ പറയാനുള്ളത് ഈ സർക്കാരിനോടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 5 വർഷമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ വീണ്ടും പറഞ്ഞിട്ട് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എന്നാലും ഞാൻ പറയാം. 5 വർഷം മുന്നേ ഈ 3.5 കോടി ജനങ്ങളെ ടാക്സ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കമ്മീഷൻ 5 വർഷം മുന്നേ ഈ WCC എന്ന് പറയുന്ന ഒരു സംഘടന പോയിട്ട് സർക്കാരിനോട് പറയാണ്, ഞങ്ങളെ മേഖലയിൽ പീഡനം അനുഭവിക്കുന്നവരുണ്ട്, ദുരിതം അനുഭവിക്കുന്നവരുണ്ട്, അവരെ അന്വേഷിച്ച് അതിനുള്ള നടപടികൾ എടുക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞപ്പോൾ സർക്കാർ ഏകദേശം ഒരു 3 പേരടങ്ങുന്ന ഒരു സമിതി ഉണ്ടാക്കുകയും അതിന് ഏകദേശം 1.5 കോടി രൂപയുടെ അടുത്ത് ചെലവാക്കി 5 വർഷം മുന്നേ ഉണ്ടാക്കിയെടുത്ത വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് 5 വർഷം ഈ സർക്കാർ പൂഴ്ത്തിവെച്ച് ഈ കേരളത്തിലെ ജനങ്ങളെ 3.5 കോടി വരുന്ന ജനങ്ങളെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ അന്വേഷിച്ച് കണ്ടെത്തിയ ഈ WCCയിലെ അംഗങ്ങൾ പരാതി കൊടുത്ത് കണ്ടെത്തിയ സത്യസന്ധമായ റിപ്പോർട്ട് 5 വർഷം നിങ്ങൾ പൂഴ്ത്തിവെച്ച്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു സർക്കാരാണ് ഇത് പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. ആദ്യം ഇത് കോടതി വേണ്ടി വന്ന അവസാനം ഇത് പുറത്തുവിടാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് നിയമപരമായിട്ട് ഇന്ത്യയുടെ ലോ ആൻഡ് ഓർഡർ നോക്കുകയാണെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഈ മന്ത്രിനെ വരെ പ്രോസിക്യൂഷൻ ചെയ്യേണ്ടി വരും. അത്ര നീചമായ 5 വർഷം നിങ്ങളിത് പൂഴ്ത്തി വെച്ച് എന്നിട്ട് ഇപ്പം പറയാത്ത സാംസ്കാരിക മേഖലയ്ക്ക് കോട്ടം തട്ടു അത്ര എന്ത് കോട്ടാടോ, ഇതിന് എന്ത് സംസ്കാരം ഉള്ളത്? ഈ റിപ്പോർട്ട് വായിച്ചിട്ട് അറ്റ്ലീസ്റ്റ് അവിടെ ഇവിടെയും തൊടാതെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് ഞങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾ അറിഞ്ഞെടുത്തോളം തന്നെ ഇതിന് ഒരു സംസ്കാരമില്ല. ഈ ഫുൾ കേസ് അന്വേഷണം, ഈ ഫുൾ അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ പറയുന്നത് ഇത് സാംസ്കാരികമായി. നിങ്ങളോട് ഞാൻ അറിയാൻ പാടില്ലാന്ന് ചോദിക്കുകയാണ്. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ കേരളത്തിൽ? ചെയ്യേണ്ട ഒരു കാര്യം സർക്കാർ ചെയ്യുന്നില്ല. എന്നിട്ട് ഈ കണ്ട വെടിക്കഥകൾക്ക് വേണ്ടിയിട്ട് 1.5 കോടി രൂപ നിങ്ങൾ ചെലവാക്കിയത്. മര്യാദ എന്ന് പറഞ്ഞ ഒരു സാധനം വേണം. ഇവിടുത്തെ ജനങ്ങളാണ് ഈ പറയുന്ന ജനങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ അത് അറിഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ലെന്നേ. നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിലെ റിപ്പോർട്ട്, അതിൻ്റെ ഉള്ളിലെ പേരോ റിപ്പോർട്ടോ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു കാര്യമില്ല. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ സർക്കാർ ആ പേര് പുറത്തുവിടണം. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇപ്പൊ ഇന്ന് സർക്കാരിൻ്റെ ഒരു പുതിയൊരു ഇത് ഉണ്ടായിരുന്നു, ഇരകൾക്ക് കോട്ടം തട്ടു അത്രേ. ഏത് റിപ്പോർട്ടിലായാലും നിയമപരമായിട്ട് ഒരു വക്കീലിൻ്റെ ഹർജിയിലോ ഏത് വക്കീലോ അല്ലെങ്കിൽ കോടതി മുഖപരമായ ഏത് കാര്യത്തിലും ഇരയുടെ പേര് വരുന്ന സമയത്ത് അവിടെ XXX എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. XXX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരയെ ബാധിക്കുന്ന പ്രശ്നമല്ല. അത് ആ റിപ്പോർട്ട് പുറത്തു വന്നാലും ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇരയുടെ പേര് പുറത്തു വരൂല. ഓക്കെ, അതിൽ വേട്ടക്കാരൻ്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പുറത്ത് വരണം. അത് പുറത്ത് വരാതിരിക്കുന്നത് ആരുടെ താല്പര്യപ്രകാരമാണെന്ന് സർക്കാർ പുറത്തുവിടണം. അല്ലാതെ ഇവിടെ നടക്കുന്ന എല്ലാ എല്ലാ തെണ്ടിത്തരങ്ങൾക്കും ഞങ്ങൾ കൂട്ടുവെക്കണം എന്നാണോ പറയുന്നത്? പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു നേതാവ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാൻ പാടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അറിയായിരിക്കും, അറിയാതിരിക്കാൻ വഴിയില്ല. നിങ്ങൾ എന്ത് മാനുഷിക പരിഗണനയാണ് അദ്ദേഹത്തിന് കൊടുത്തത്? ഈ മുഖത്ത് ഇങ്ങനെ ഈ ചായം തേച്ച് നടക്കുന്ന ടീമുണ്ടല്ലോ, അവർക്കുള്ള എന്ത് പരിഗണനയാണ് നിങ്ങൾ കൊടുത്തത്? ആ മനുഷ്യനെ നിങ്ങൾ മാനസികമായിട്ട് ചെയ്യേണ്ടത്ര എല്ലാം ചെയ്ത് നിങ്ങൾ അല്ലേ?
എന്നിട്ട് ഇപ്പോൾ ഈ സാംസ്കാരിക മേഖലക്ക് കോട്ടം തട്ടു അത്രേ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുടെ പേര് വിവരങ്ങൾ അതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ കാര്യം. അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവാനിട്ടല്ല, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് എന്തായാലും പ്രതിഫലിക്കും. അത് ഇത് മാത്രമല്ല, നിങ്ങളെ ഓരോ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും, ഈ റിപ്പോർട്ടിന്റെ കാര്യം മാത്രമല്ല, എന്ത് കാര്യം എടുത്തു നോക്കിയാലും ഇങ്ങനെ തന്നെയുള്ളത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം ഇനി താഴാനില്ല.